തൃശൂർ വടാനപ്പള്ളിയിൽ യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പിടിയിലായി. സാജൻ തന്നെയാണ് ഇവിടേക്ക് അനിലിനെ കൊണ്ടുവന്നതും. രണ്ടാളും അവർ മുകളിലത്തെ ഇതിലാണ് താമസിക്കുന്നത്. താഴെ വേറെ ഹിന്ദിക്കാരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയോട് കൂടിയിട്ട് സാജൻ ആദ്യം പോലീസിലേക്ക് വിളിച്ച് പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു, ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിനെ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? തൃശൂർ വടാനപ്പള്ളിയിൽ യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളി താഴേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലെവിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെവിൻ, പറയാം. ബിനില്, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കൊലപാതകം നടക്കുന്നത്. പത്തനംതിട്ട അടൂർ സ്വദേശിയായിട്ടുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹപ്രവർത്തകരായ ഷാജു ചാക്കോ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ഇയാളാണ് കൊലപ്പെടുത്തുന്നത്. അതായത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കാരണം. ഇരുവരും മദ്യപിച്ചിരിക്കുന്നതിനിടയിൽ വാക്കുതർക്കവും ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും അനിൽകുമാറിനെ ഷാജു താഴേക്ക് തള്ളിയിടുകയും തള്ളിയിട്ട് പരിക്കേറ്റ് കിടക്കുന്ന അനിലിന്റെ ദേഹത്തേക്ക് കല്ലുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം ഷാജു തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ. വാടാനപ്പള്ളി തൃക്കല്ലൂരിൽ പ്രവർത്തിക്കുന്ന മൊളു ബസാർ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവർ. ഈ പ്രതി ഷാജു ചാക്കോ സ്ഥാപനത്തിന്റെ ഉടമയെ വിവരം വിളിച്ചറിയിക്കുന്നു. പിന്നീട് ഇദ്ദേഹം എത്തി ഈ പരിക്കേറ്റ് കിടക്കുന്ന അനിലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ തന്നെ വാടാന പോലീസ് അനിൽകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികൾ ഇന്ന് നടക്കും. അനിലിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ഏതായാലും പ്രതി കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളാണ് ഇനി പോലീസിന് മുന്നിലുള്ളത്. വ്യക്തമാണ്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ നിന്ന്. തൃശൂർ വടാനപ്പള്ളി യുവാവിനെ സഹപ്രവർത്തകൻ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. മദ്യപാനത്തിനിടെയാണ് സംഭവം.